ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് നെല്ലിക്ക ഇതുപോലെ ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റീമാക്കി നോക്കിയിട്ടുണ്ടോ? പൊളി ഒരായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോഴ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ഇഡ്ഡലി കുട്ടകം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ദാണ്ടെ ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടിൽ ഒരു 6 നെല്ലിക്ക ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോറി, 6 അല്ല 8 എണ്ണം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാവേ. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ആകെ ഒരു നാക്കുപിഴയാണ്. അപ്പോഴേ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകിൻ്റെ എണ്ണൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ട് ഞാൻ 3 എണ്ണേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം. ഉഴുന്നിൻ്റെയൊക്കെ കളറൊക്കെ വെള്ളയിൽ നിന്ന് മാറിയിട്ട് ഈ കളറിൽ നിന്ന് മാറിയിട്ട് ഒരു പിന്നെ ബ്രൗൺ ഷെയ്ഡിലോട്ട് എത്തണം. ആ ഒരു സമയം വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാണ്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, ഒന്ന് ബ്രൗൺ ഷെയ്ഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയിട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് 2-3 കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെയും നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഉഴുന്നിൻ്റെ കളറൊക്കെ നല്ല പോലെ മാറി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെ പച്ചമണവും ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തം എനിക്ക് നാവിൽ തെറ്റാ വരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ ഒരു 1/2 കപ്പിലും താഴെയായിട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. തേങ്ങയുടെ കളറൊന്നും മാറണ്ട, തേങ്ങയുടെ ഒരു പച്ചമണം അതൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയേ. താടെ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ട് കളറൊന്നും മാറിയിട്ടില്ല, പച്ചമണം ഒന്ന് മാറി വന്നിട്ടേ ഉള്ളൂ. താണ്ട ഇതാണ് പരുവം. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് താണ്ട നമ്മുടെ നെല്ലിക്കയും ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നെല്ലിക്കയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെയാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. കണ്ടോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഈ നെല്ലിക്ക മാത്രം എടുത്ത് ഇങ്ങനെ അങ്ങ് എടുക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതുപോലെ ഒന്ന് തൊടുമ്പോഴേക്ക് ഇങ്ങനെ ഇളകി അങ്ങ് വരും. അപ്പോൾ നമുക്കിതൊന്ന് ഇത് മാത്രം മാറ്റിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത സംഭവമൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്ക അതും കൂടെ ദാണ്ട് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനൊന്ന് എടുത്ത് ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 8 നെല്ലിക്ക എടുത്തിട്ടില്ല കേട്ടോ, ഒരു 4 എണ്ണേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ പൾസ് മോഡിലിട്ട് 2-3 വട്ടം ഒന്ന് അടിച്ചെടുത്താൽ മതി. നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുമല്ലോ, ആ ഒരു പരുവമാണ്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇതെടുത്ത് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു നെല്ലിക്ക ചമ്മന്തിയാണ്. നല്ല ഹെൽത്തി ആയിട്ടൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ്, നല്ല പുളിപ്പും എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് കൊണ്ടുവന്നാലോ. അപ്പോൾ നിങ്ങൾ നെല്ലിക്ക ചമ്മന്തി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കിക്കോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.